സംസ്ഥാനത്ത് ഇതുവരെ നടന്നത് കേരള മോഡൽ വികസനമായിരുന്നില്ല, മറിച്ച് CPIM മോഡൽ വികസനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഇന്ന് നോക്കുമ്പോൾ കേരള ഇന്ത്യയുടെ ഭാഗമല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതോ വേറൊരു ഇമാജിനറി വേൾഡിലാണോ? ഇന്ത്യ രാജ്യത്തിൽ BJP ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. 2014 മുതൽ 14, 19, 24 ജനങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ വഴിയിൽ ആ മാർഗം വഴി നരേന്ദ്രമോദിജിക്ക് 3 മാൻഡേറ്റ് കിട്ടി, BJPക്ക് 3 മാൻഡേറ്റ് കിട്ടി. എന്നിട്ട് ഈ കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യ എവിടുന്ന് എങ്ങോട്ട് കുതിച്ച് പോയി എന്ന് ജനങ്ങൾക്ക് അറിയാം. എവിടെയായിരുന്നു ഇന്ത്യ 2014? ഇന്ന് എവിടെയാണ് ഇന്ത്യ? ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമി, ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി. ഇതെല്ലാം BJPക്ക് വോട്ട് കൊടുത്ത് ജനങ്ങള് ചെയ്തൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം, ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. ഈ പഴയ തല്ലിപ്പൊളി ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, കേരള കൾച്ചർ, കേരള മോഡൽ. ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല, കേരള മോഡലും ആയിരുന്നില്ല. അത് CPM കൾച്ചറായിരുന്നു, കോൺഗ്രസ് കൾച്ചറായിരുന്നു. BJPക്ക് കിട്ടുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ സംസ്കാരത്തിനെതിരാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ സംഗമം പോലെ അനാവശ്യ വിഷയങ്ങളുമായി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കുന്ന ഇടതു സർക്കാർ കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു.